ജൂൺ 2 ഇന്ന് ബുധനാഴ്ച യുഎഇയിലെ ഒരു ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ത്യയിൽ നിന്ന് അർമേനിയ വഴി ദുബായിലേക്ക് വരാൻ യുഎഇയിലേക്ക് വരാൻ വേണ്ടി നൂറുകണക്കിന് ഇന്ത്യക്കാർ പോവുകയാണ് എന്ന്. 4000 ദിർഹമാണ് അതിന്റെ ടിക്കറ്റ് നിരക്ക് എന്ന്. ഞങ്ങൾ ഈ വിഷയം ഒന്ന് പഠിക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളെയും സമീപിച്ചു. അപ്പോൾ നാട്ടിൽ നിന്ന് അർമേനിയ വഴിയും ഉസ്ബെക്കിസ്ഥാൻ വഴിയുമൊക്കെയുള്ള പല സർവീസുകളും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സംഘം ഉസ്ബെക്കിസ്ഥാനിൽ താഷ്കെൻഡിലെത്തി. അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന പല സംവിധാനങ്ങളുമുണ്ട്. അർമേനിയ വഴി നേരത്തെ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ തന്നെ തയ്യാറാക്കി കൊണ്ടുപോയവരുണ്ട്. ഇവിടെ വരുന്ന ഒരു ചെറിയ വിഷയം ഓർമ്മിപ്പിക്കുകയാണ്. ചെറിയ റിസ്ക് എടുക്കാൻ തയ്യാറാകണമെന്നാണ് ഈ വിദഗ്ധരെല്ലാം പറയുന്നത്. ഉദാഹരണത്തിന് അർമേനിയയിൽ ഇന്ത്യക്കാർക്ക് ഇ വിസ, ഇലക്ട്രോണിക് വിസ പദ്ധതിയാണ്. നമ്മൾ 3-4 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കിട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ ശരി. പക്ഷെ കിട്ടാതെ അവിടെ ചെല്ലുമ്പോൾ ഓൺ അറൈവൽ ഈ വിസ കിട്ടുമെന്നൊക്കെ കരുതി പോയാൽ പലപ്പോഴും കിട്ടണമെന്നില്ല. 1-2 ആളുകൾ വല്ലപ്പോഴും ടൂറിസ്റ്റുകളായി പോകുന്നത് പോലെ അല്ല. 100-150 ആളുകൾ ഒന്നിച്ച് ഇങ്ങനെയുള്ള ഒരു ട്രാൻസിറ്റ് പോയിന്റ് ആക്കി അർമേനിയയെ കരുതിക്കൊണ്ട് 14 ദിവസം ക്വാറന്റൈനിൽ താമസിക്കാൻ വേണ്ടി വരുന്നെന്ന് ധരിപ്പിച്ചുകൊണ്ട് യുഎഇയിലേക്ക് വരാൻ ശ്രമിക്കുന്ന പാതയിൽ അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ വിസ നേരത്തെ കൂട്ടി ഉറപ്പാക്കിയിട്ടാണെങ്കിൽ പോകാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരാൾ മാത്രമായി ഒരു വിമാന കമ്പനിയിൽ കേരളത്തിൽ നിന്ന് കയറി. ഞങ്ങൾക്കറിയാവുന്ന വിമാന കമ്പനിയും പറയുന്നില്ല, ആളിനെയും പറയുന്നില്ല, ഏജൻസിയും പറയുന്നില്ല. അപ്പോൾ ആ വിമാന കമ്പനി പറഞ്ഞു, ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങളെ അർമേനിയയിൽ ഇറക്കിയില്ലെങ്കിൽ ഞങ്ങൾക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ എന്ത് വേണോ എഴുതിത്തരാം, ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ജീവനക്കാരുടെ കൈയും കാലും പിടിച്ച് അദ്ദേഹം പോവുകയും അദ്ദേഹത്തിന് ഈ വിസ കിട്ടുകയും അവിടെ ഇറങ്ങുകയും 14 ദിവസം കഴിഞ്ഞിട്ട് ദുബായിലേക്ക് വരാനുള്ള സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയുമാണ്. ക്വാറന്റൈനിലാണ്. ഇത് ഒന്നാമത്തെ വിഷയം. അപ്പോൾ ഈ പരസ്യപ്പെടുത്തുന്നത് പോലെ അത്ര സജീവമായിട്ട് അർമേനിയ വഴിയുള്ള ട്രിപ്പ് നടക്കുന്നില്ല എന്ന കാര്യം കൂടി അറിയുക. സംഘമായിട്ട് പോകുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവുകയാണ്. ഒറ്റയ്ക്ക് ഓരോരുത്തരുടെയും റിസ്കിൽ പോവുകയാണെങ്കിൽ നടന്നു പോകും എന്നും മനസ്സിലാക്കുക. പത്ര റിപ്പോർട്ടിൽ പറയുന്ന അനുസരിച്ച് എല്ലാവരും കൂടി ഒന്നിച്ചു പോകാൻ ശ്രമിച്ചാൽ നടക്കില്ല എന്ന് ചുരുക്കം. ഇനി ഉസ്ബെക്കിസ്ഥാൻ താഷ്കെൻഡ് വഴിയുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇവിടെയും കുറച്ചുകൂടി കാശ് കൂടുതലാണ്. 1.25 ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ 1,20,000 രൂപ വരെ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു സംഘം ഒരു ഫ്ലൈറ്റ് നിറയെ ആദ്യം കൊച്ചിയിൽ നിന്നോ കോഴിക്കോട്ട് നിന്നോ ഡൽഹിയിൽ എത്തിക്കുന്നു. അവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൽ താഷ്കെൻഡിൽ എത്തിക്കുന്നു. അവിടെ ഒരു 4 സ്റ്റാർ ഹോട്ടലോ 3 സ്റ്റാർ ഹോട്ടലിലോ താമസിപ്പിക്കുന്നു. അവിടെ നിന്ന് പിന്നെ ദുബായിലേക്ക് ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൽ തന്നെ ക്വാറന്റൈൻ സമയം കഴിഞ്ഞ് PCR എടുത്ത് കൊണ്ടുവരുന്നു. ഈ എയർപോർട്ട് ട്രാൻസ്ഫറും രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഒക്കെയുള്ള ഫുഡും താമസവും എല്ലാം ചേർന്നുള്ള പാക്കേജാണ് ഈ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അർമേനിയ വഴി ഇനിയിപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് 1-2 ഫ്ലൈറ്റുകൾ കൂടി താഷ്കെൻഡിലേക്ക് പോകാൻ തയ്യാറായി അതിനുവേണ്ട ഒരുക്കങ്ങളുമായി നിൽക്കുന്നു എന്നാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മളിപ്പോൾ 15-ാം തീയതി കഴിഞ്ഞിട്ട് ജൂൺ 10, 12, 15 കഴിഞ്ഞിട്ടാണ് താഷ്കെൻഡിലേക്ക് പോകുന്നതെങ്കിൽ പിന്നെ ഒരു 15 ദിവസം കൂടി അവിടെ താമസിച്ചിട്ട് വരുമ്പോൾ ജൂലൈ തന്നെ ആകാനുള്ള സാധ്യത മനസ്സിൽ കാണണം. എന്നാൽ അത്യാവശ്യക്കാർക്ക് ഇപ്പോഴൊക്കെ ഈ 2-ാം തീയതി 3-ാം തീയതി ഒക്കെ പോകാൻ വേണ്ടി സൗകര്യമുണ്ടെങ്കിൽ പല ഏജൻസികളും നാട്ടിൽ അവസരം ഒരുക്കുന്നുണ്ട്. ദുബായിൽ പല ഏജൻസികളും അതിന് പ്രോത്സാഹനം നൽകുന്നില്ല എന്ന കാര്യം കൂടി അറിയുന്നു. പക്ഷേ നാട്ടിൽ ആളുകൾ വന്നിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ ഇറങ്ങിയ ആളുകളെ കുറിച്ചും ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ സുഖമായി താമസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചുറ്റിക്കെട്ടി ഉസ്ബെക്കിസ്ഥാനിലാണെങ്കിൽ പിന്നെ ഓൺ അറൈവലാണ് വിസ. നേരത്തെ പറഞ്ഞ അർമേനിയയുടെ ഈ വിസയുടെ വിഷയം വരുന്നില്ല. പോകുന്നവർക്കൊക്കെ ഓൺ അറൈവൽ വിസ കിട്ടി അവിടെ ഇറക്കുന്നുണ്ട്. ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി പവൻ കപൂർ ഇന്ന് പറഞ്ഞിരിക്കുന്ന ആശ്വാസകരമായൊരു കാര്യം, ഇന്ത്യയുടെ രോഗബാധയുടെ അവസ്ഥ നല്ലതായി വരുന്നതിനനുസരിച്ച് യുഎഇ അധികൃതരുമായി സംസാരിച്ച് എയർ ബബിൾ എഗ്രിമെന്റ് പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഇന്ത്യയുടെ രോഗബാധ കുറയുകയാണെങ്കിൽ എയർ ബബിൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഇന്ത്യയും യുഎഇയും തമ്മിൽ ഈ ഒരു പാൻഡമിക് സമയത്ത് ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുകയും പരസ്പരം കൈമാറ്റം പലതും നടക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഫുഡ് സെക്യൂരിറ്റി വിഷയത്തിലൊക്കെ
ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം നാളിതുവരെ ഉണ്ടാകാത്ത വിധത്തിലായിരുന്നു എന്നും ഹിസ് എക്സലൻസി പറയുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യയിൽ വന്നിരിക്കുന്ന റീറ്റെയിൽ നിക്ഷേപത്തിന്റെ കണക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പരിശോധിച്ചാൽ യു എയിൽ നിന്ന് ഇതുവരെ വരാത്തതിനപ്പുറമുള്ള $350 കോടി നിക്ഷേപം ഇന്ത്യക്ക് കിട്ടിയിരിക്കുകയാണ്. അത് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും മുബാദലയും ചേർന്നാണ് ഇങ്ങനെ ഒരു വലിയ നിക്ഷേപം ഇന്ത്യയിൽ നടത്തിയിരിക്കുന്നത് എന്നറിയണം. അങ്ങനെ പുതുതായിട്ട് വരുന്ന നിക്ഷേപത്തിന്റെ കോർപ്പറേറ്റ് ടാക്സ് 15% കുറച്ചിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നിക്ഷേപിക്കുകയാണെങ്കിൽ ടാക്സ് ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ അനുവദിച്ചു കൊടുക്കുമ്പോൾ യു എ ശ്രദ്ധാപൂർവം ഇന്ത്യയെ നോക്കുകയാണ് നിക്ഷേപത്തിന് എന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യു എയിൽ വന്നൊരു പഠന റിപ്പോർട്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അറിയണം, എല്ലാവരെയും അറിയിക്കണം. ഈ കോവിഡ് എന്ന രോഗത്തിന്റെ കാഠിന്യാവസ്ഥ, തീക്ഷ്ണാവസ്ഥയും നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ കുറവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ രോഗം വന്നാൽ അത് അതികാഠിന്യമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് അബുദാബിയിലെ ഖലീഫ യൂണിവേഴ്സിറ്റി ഫോർ ബയോടെക്നോളജിയുടെ ഡോക്ടർ ഹബീബ അൽ സഫർ പറയുകയാണ്. ഒത്തിരി പേരിൽ നടത്തിയ 522 പേരിൽ നടത്തിയ പരിശീലന പഠനമാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു എയിൽ 70% ആളുകൾക്കും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്, അതിന്റെ കുറവ് നേരിടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് മുട്ടാപ്പാല് ഇതൊക്കെ കഴിക്കണമെന്നും, അല്ലെങ്കിൽ മീനിന്റെ വർഗമാണെങ്കിൽ നമ്മുടെ ചാളയും, നമ്മുടെ മത്തിച്ചാള എന്ന് പറയുന്ന സാധനം, അയല, അതുപോലെ സാൽമൺ വില കൂടുതലാണ്, പിന്നെ ചൂര, ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിവുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ സൂര്യപ്രകാശമാണ്. കാശ് കൊടുക്കാതെ ഒരു അരമണിക്കൂർ സൂര്യപ്രകാശം ഏൽക്കാൻ പറ്റിയാൽ അത് നമ്മുടെ സ്കിൻ സ്വാഭാവികമായും വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യും എന്നും പറയുന്നുണ്ട്. പിന്നെ ഏതിന്റെ ആണെങ്കിലും ലിവർ ഐറ്റംസ് കറി വെച്ച് കഴിച്ചാൽ അതിലും പ്രയോജനമുണ്ടെന്നാണ് പറയുന്നത്. 1-0-12 ഈ കണക്ക് നമ്മളൊന്നറിയണം. മിനിഞ്ഞാന്ന് ഞങ്ങൾ ആവേശപൂർവ്വം പറഞ്ഞു യു കെയിൽ ഒരു കേസേ ഉള്ളൂ. ഇന്നലെ അത്യധികമായ ആവേശത്തിൽ ഞങ്ങൾ പറഞ്ഞു എത്രയോ നാളുകൾക്കിപ്പുറം യു കെ 0 കേസസ്. ഇന്നലെ കേസുകളൊന്നുമില്ലായിരുന്നു. പക്ഷേ അതെല്ലാം ഇതാ പിൻവലിച്ചു. ഇന്ന് ജൂൺ 2-ാം തീയതി യു കെയുടെ റിപ്പോർട്ട് വരുന്നു, 1 ഡസൻ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇന്നലെ 0 മിനിഞ്ഞാന്ന് 1 മരണമായിരുന്നു. ഇന്നിതാ 12 മരണം. ഒരു 3-ാം തരംഗം യു കെയിൽ ഉണ്ടാകുന്നു എന്ന് സംശയിക്കാവുന്ന വിധത്തിലുള്ള റിപ്പോർട്ടുകൾ ബ്രിട്ടനിൽ നിന്ന്, ലണ്ടനിൽ നിന്ന് വരികയാണ്. മാത്രമല്ല 4300-ലധികം പുതിയ കേസുകളും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. യു എയിൽ ഈ ഒരു മധ്യ ദിനാവധി എന്ന് പറയാവുന്ന ഈ പുറത്ത് ചൂടിങ്ങനെ കൂടുമ്പോൾ 45, 46, 47, 48 ഡിഗ്രിയൊക്കെ ആകുമ്പോൾ പുറത്തു നിർത്തി ജോലി ചെയ്യിപ്പിക്കുന്നത് കുറ്റകരമാണ്. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള 3 മാസക്കാലം ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് കണ്ടാൽ ആ കമ്പനിക്ക് 50,000 ദിർഹം പിഴ കൊടുക്കേണ്ടി വരുമെന്ന് അറിയുക. യു എയിൽ സെപ്റ്റംബർ 4 വലിയ വിശേഷമുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തുന്ന ഗവൺമെന്റ് സ്ഥാപനമേത്, ഏറ്റവും മോശപ്പെട്ടതേത് എന്ന് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിക്കും സെപ്റ്റംബർ 4. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ എങ്ങനെയാണ് ഡിജിറ്റൽ, ഓൺലൈൻ, സ്മാർട്ട് സംവിധാനമൊക്കെ പ്രയോജനപ്പെടുത്തുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം ഷാർജ എമിറേറ്റ്സ് പോസ്റ്റാണ് ഏറ്റവും മോശപ്പെട്ട പ്രകടനം. അതേസമയം അബുദാബിയിലെ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, EID, ആ ഡിപ്പാർട്ട്മെന്റാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. ഒമാനിൽ നിന്ന് വന്നിരിക്കുന്ന അറിയിപ്പ്, ഇന്ത്യ അടക്കമുള്ള വിവിധ 10-ലധികം രാജ്യങ്ങളിലെ യാത്രക്കാർക്കുള്ള യാത്രാ നിരോധനം ഒമാനിലേക്കുള്ളത് നീട്ടിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ രാജ്യങ്ങളിൽ 14 ദിവസത്തിനിടയിൽ എപ്പോഴെങ്കിലും തങ്ങിയിട്ടുണ്ടെങ്കിൽ, ട്രാൻസിറ്റായി പോയിട്ടുണ്ടെങ്കിൽ അവർക്കും ബാധകമാണ് വിലക്കുകൾ എന്നും പറയുന്നുണ്ട്. അതേസമയം ഒമാനിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് UAE അടക്കമുള്ള അതിർത്തി രാജ്യങ്ങളിലേക്ക് ഡെയിലി പോയി ജോലി ചെയ്തിട്ട് വരാൻ വേണ്ടിയുള്ള പ്രത്യേക പെർമിറ്റിന് വേണ്ടി ലാൻഡ് ബോർഡർ തുറക്കുകയാണ്. അതുകൊണ്ട് ഒരു എംപ്ലോയറുടെ കത്ത് കൈവശം വേണം എന്ന് മാത്രം പോയി വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. UAE പ്രമുഖ ആരോഗ്യ സംരക്ഷണ പ്രസ്ഥാനമായ ആസ്റ്റർ DM ഹെൽത്ത് കെയർ മാതൃകാപരമായ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ അറിയണം. സ്ഥാപനങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു സ്റ്റാഫ് അസ്റ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ മരിച്ചുപോയാൽ, ഈ കോവിഡ് കേസിൽ മരിച്ചുപോയാൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 10 വർഷത്തേക്കുള്ള ഇദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് ഡോക്ടർ ആസാദ് മൂപ്പൻ. ചെയർമാനും ഫൗണ്ടറും MDയുമാണ് ഡോക്ടർ ആസാദ് മൂപ്പൻ. ഇങ്ങനെ
മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ടാണ് തങ്ങളുടെ സ്റ്റാഫിനെ സംരക്ഷിക്കുന്നത് എന്നത് ഉറപ്പുവരുത്തിയിരിക്കുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ. 20,000-ലധികം സ്റ്റാഫുണ്ട്. അതിൽ 4/1 ആളുകൾക്ക് ഇതിനകം കോവിഡ് വന്നുപോയി. അതിൽ 5 പേരാണ് ഇതുവരെ മരിച്ചത്. ഇനി അങ്ങനെ ദൗർഭാഗ്യകരമായ മരണസംഭവങ്ങൾ ഉണ്ടായാൽ ആ കുടുംബത്തിന്റെ സംരക്ഷണം അടുത്ത 10 വർഷത്തേക്ക് ഏറ്റെടുക്കും എന്നാണ് ഡോക്ടർ ആസാദ് മൂപ്പൻ പറയുന്നത്. ഇതെല്ലാ സ്ഥാപനങ്ങൾക്കും മാതൃകയാവട്ടെ. ഇത് മരണം നടന്നില്ലെങ്കിൽ പോലും ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഒരുപക്ഷേ ജീവിതകാലം ബുദ്ധിമുട്ടിലായി പോകുന്ന ആളുകളും പല കുടുംബങ്ങളിൽ ഉണ്ടാകും. അവരുടെ കാര്യം കൂടി എല്ലാവരും പരിഗണിക്കട്ടെ. UAE-യിൽ ഇന്ന് 2154 കേസുകൾ, 2 പേർ മരിച്ചു. 1686 പേർ മൊത്തം മരിച്ചിട്ടുണ്ട്. 2,18,000-ലധികം ആളുടെ പരിശോധിച്ചപ്പോഴാണ് 2154 പേർക്ക് രോഗബാധയുണ്ട് എന്ന് കണ്ടെത്തിയത്. ഇറാന്റെ ഏറ്റവും വലിയ നാവിക കപ്പൽ ഖാർഗ് ഇന്ന് തീ പിടിച്ച് മുങ്ങിപ്പോയി. ബ്രിട്ടനിൽ നിന്ന് 77-ൽ വാങ്ങിയതാണ്. 84-ലാണ് ഇറാന്റെ നേവി അതിനെ ഘടിപ്പിച്ചത്. എല്ലാ വാക്സിനുകൾക്കും ശക്തി കുറയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു പഠനം വരികയാണ്. ബൂസ്റ്റർ ഡോസ് എല്ലാറ്റിനും വേണ്ടിവരും എന്ന് റിസർച്ചുകൾ പറയുന്നതായിട്ടും ഇതിനുവേണ്ടി കൂടുതൽ റിസർച്ചുകൾ ആവശ്യമാണെന്നും ഈ മ്യൂട്ടേഷന് വിധേയമാകുന്ന പുതിയ വൈറസുകൾ എന്തെല്ലാം കൊണ്ടുവരുമെന്ന കാര്യത്തെക്കുറിച്ച് പഠനം അനിവാര്യമാണെന്നും ഈ സ്റ്റഡി റിപ്പോർട്ടിൽ പറയുകയാണ്. 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസ ജീവിതത്തിൽ പല മേഖലകളിൽ മികവ് പുലർത്തുന്ന ആളുകൾക്ക് UAE കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ വംശജനായ ഒരു ബ്രിട്ടീഷ് പ്രവാസി, അദ്ദേഹത്തിന്റെ പേര് ശ്യാം കൊത്തൂരി, അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു അബുദാബിയിൽ. കർണാടക സ്വദേശിയാണ്. കർണാടകത്തിൽ ജനിച്ചതാകാം, ഇന്ത്യൻ ഒറിജിൻ, ബ്രിട്ടീഷ് പ്രവാസി. ലോകം മുഴുവനും വീടുകൾ സംബന്ധമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കുറയുകയാണെന്നാണ് പുതിയൊരു സ്റ്റഡി പറയുന്നത്. അതിന് കാരണം ആളുകൾ എപ്പോഴും വീട്ടിലുണ്ട് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ. എന്നാൽ സൈബർ അറ്റാക്കുകളും സൈബർ സംബന്ധമായിട്ടുള്ള ഓൺലൈൻ സംബന്ധമായിട്ടുള്ള കുറ്റകൃത്യങ്ങളും കൂടുകയാണെന്ന് മറ്റൊരു റിപ്പോർട്ടും പറയുകയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം AC അല്ലെങ്കിൽ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, റെഫ്രിജറേറ്റർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നാട്ടിൽ നമ്മുടെ വീട്ടിൽ കൊടുക്കണോ? ഇപ്പോൾ ഫുൾ കാശ് ഇല്ലെങ്കിലും പേ റെമിറ്റ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രസ്ഥാനം UAE-യിൽ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് സാധനം തൊട്ടടുത്ത സ്റ്റോറിൽ നിന്ന് വാങ്ങി എത്തിക്കുന്ന പരിപാടി സജീവമായി മുന്നോട്ട് പോകുന്നു. കുറേ ദിവസങ്ങൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പലർക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും അത് ഇന്നലെ മുതൽ ആക്റ്റീവായി പുനരാരംഭിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് മാറി ഇളവുകൾ വന്ന സാഹചര്യത്തിൽ പേ റെമിറ്റ് കൃത്യമായിട്ട് അത് കൊടുക്കുന്നുണ്ട്. അതും എന്തെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് അയക്കൂ, നിങ്ങൾക്ക് ആ സാധനം കൊടുക്കാൻ പറ്റും. ആദ്യം ഇൻസ്റ്റാൾമെന്റ് കൊടുത്താൽ മതി, പിന്നെ കുറേശ്ശെയായി ഇൻസ്റ്റാൾമെന്റ് സംവിധാനത്തിൽ കാശ് UAE-യിൽ അടച്ചാൽ മതി എന്നാണ് പറയുന്നത്. ആ വാട്സപ്പ് നമ്പർ ഇന്ത്യയുടെ വാട്സപ്പ് നമ്പറാണ് 0091-8129-988-988. അപ്പോൾ 8129-988-988 ഓർമ്മിച്ചിരുന്നാൽ മതി. പേയ്മെന്റിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം, അവർ സാധനം എത്തിക്കും. ഇന്ത്യയിൽ രോഗാവസ്ഥ കുറയുക തന്നെയാണ്, ആശ്വസിക്കാം. അംബാസഡർ പറഞ്ഞു ശരിയാണെങ്കിൽ ഉടനെ തന്നെ ഫ്ലൈറ്റ് തുറക്കാൻ വേണ്ടിയുള്ള ചർച്ച ഔപചാരികമായി ഇന്ത്യയും UAE-യും തമ്മിലുള്ള നേരിലുള്ള ബന്ധം വെച്ചുകൊണ്ട് ആരംഭിക്കുക തന്നെ വേണം. ഇന്ത്യയിൽ ഇന്ന് രാത്രി 9:45 കഴിയുമ്പോൾ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച്, UAE സമയം 9:45 കഴിയുമ്പോൾ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 1,13,000. ഇന്നലെ മൊത്തം 1,33,000. മെനഞ്ഞാന്ന് 1.25 ലക്ഷം, അതിനു മുമ്പ് 1.5 ലക്ഷം. അപ്പോൾ കുറഞ്ഞു വരുന്നു. ഇന്നലെ ഒരു ലേശം കൂടിയിട്ടുണ്ട്. എങ്കിലും ഇന്നലത്തേക്കാൾ കുറവായി പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ആശംസകളോടെ ജൂൺ 2 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.